ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അമ്മയുടെ പങ്കാളിയിൽ നിന്നും നേരിട്ടത് ക്രൂരമർദ്ദനമാണ്. ഭക്ഷണം കൊടുക്കുന്നതിനിടെ കുഞ്ഞ് കരഞ്ഞതിന് തലയിൽ ശക്തമായി അടിച്ചു. അടിയേറ്റ് കുഞ്ഞിന്റെ ബോധം പോയെന്നും പ്രതി അഷ്കർ പോലീസിന് മൊഴി നൽകി. കുഞ്ഞിന്റെ ശരീരമാസകലം മുറിവുകളും പാടുമാണ്. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കൈകാലുകളിലും മുതുകിലും പൊള്ളലേറ്റതിന്റെ അടയാളങ്ങളുമുണ്ട്. കുഞ്ഞിന്റെ കൈകൾ ഒടിഞ്ഞത് പ്രതിയുടെ ആക്രമണത്തെ തുടർന്നാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആക്രമണത്തിൽ അമ്മയുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നു. ഗോപാൽ ശിലാസനിലുണ്ട്. ഗോപാൽ, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യരുള്ളൊരു നാടാണ്. ഒരു കുഞ്ഞിനെ കണ്ടാൽ നമ്മുടെ സങ്കടങ്ങൾ പോകുമെന്നാണ് പറയാറ്. ചിരിക്കുന്ന കുഞ്ഞിന്റെ മുഖം കണ്ടാൽ തീരാത്ത സങ്കടങ്ങളുണ്ടോ എന്നാണ്. അവിടെയാണ് ഒരു കുഞ്ഞിനെ അതിപൈശാചികമായി എന്ന് തന്നെ പറയണം ആ കുട്ടിയുടെ രണ്ടാനച്ഛൻ അമ്മയുടെ പങ്കാളി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ ഗോപാൽ ശിലാസനൽ കേട്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളതാണ്, അല്ലേ? അതെ ഡോക്ടർ അരുൺ, അങ്ങേ അറ്റം വേദനിപ്പിക്കുന്ന സമാനതകളില്ലാത്ത ക്രൂരതയാണ് ആ 1.5 വയസ്സുകാരൻ നേരിടേണ്ടി വന്നത് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ അത്രയധികം ഇതോടുകൂടി തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു. ഈ 1.5 വയസ്സുകാരനായ അർഷിദിനെ ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ, അതായത് ഈ കുഞ്ഞിന് രണ്ടാനച്ഛനെ ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ അപ്പോഴും കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള അഖില പറഞ്ഞത് ഈ കുഞ്ഞിനെ ഇയാൾ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നതാണ്. പിന്നീട് നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. ഇയാൾ പറഞ്ഞത് ഈ സംഭവം നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഇയാൾ കുഞ്ഞിന് ചോറ് കൊടുക്കുകയായിരുന്നു. കുഞ്ഞിന് ചോറ് കൊടുത്ത സമയത്ത് കുഞ്ഞ് തുടർച്ചയായി വാവിട്ട് കരയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കുഞ്ഞ് കരച്ചിൽ നിർത്താതെ വന്നതോടെ കുഞ്ഞിൻ്റെ തലയുടെ പിൻവശത്ത് ഇയാൾ പലതവണ ആഞ്ഞടിച്ചു. ഇതിൽ ഒരടി ഏറ്റതിന് ശേഷം ഈ കുഞ്ഞ് പിന്നീട് അനങ്ങാതായി ബോധം നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതോടുകൂടിയാണ് അപകടം മണത്ത ഇയാൾ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് കുഞ്ഞ് ചോറ് തൊണ്ടയിൽ കുടുങ്ങിയെന്നും അതിനുശേഷം ഛർദ്ദിച്ച് ബോധം പോയി എന്നും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അപ്പോഴേക്കും തന്നെ കുഞ്ഞിന് മരണം സംഭവിച്ചിരുന്നു. പിന്നീട് ഡോക്ടർമാർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. കാരണം പോസ്റ്റ്മോർട്ടത്തിലേക്കൊന്നും പോകേണ്ടി വന്നില്ല ഈ കുഞ്ഞ് നേരിടുന്ന ക്രൂരതയെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് പോലീസും ഈ കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാരും പറയുന്നത്. കാരണം കുഞ്ഞിൻ്റെ തലയുടെ പിൻഭാഗത്ത് ശക്തമായ ക്ഷതമാണ് ഏറ്റത്. നമുക്കറിയാം 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ തലയോട്ടിക്ക് എത്ര കട്ടി ഉണ്ടാകും. ആ കഴുത്തൊക്കെ ഉറച്ചു വരുന്ന പ്രായം മാത്രമാണ്. ആ കുഞ്ഞിൻ്റെ തലയ്ക്ക് പിന്നിലാണ് ഈ ആഞ്ഞ് പലതവണ ഇയാൾ കൈവച്ച് അടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കുഞ്ഞിൻ്റെ തലയോട്ടിക്കും തലച്ചോറിനും കാര്യമായ ക്ഷതമേറ്റിരുന്നു. പിന്നീട് കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ദേഹമാസകലം മുറിപ്പാടുകളും പൊള്ളലേറ്റ പാടുകളുമാണുള്ളത്. അതിലേറ്റവും ക്രൂരമായി സൂചിപ്പിക്കേണ്ടത് ജനനേന്ദ്രിയത്തിലടക്കം പരിക്കേറ്റതും മുറിവേറ്റതുമായിട്ടുള്ള പാടുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. കൈകാലുകളിലും മുതുകിലും പൊള്ളലേറ്റിരുന്നു. ഈ പൊള്ളൽ ഇയാൾ ഏൽപ്പിച്ചതാണോ എന്ന സംശയത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ 2 ആഴ്ച മുൻപ് ഈ കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിഞ്ഞിരുന്നു. അന്ന് ഈ അഖിലയും അഷ്കറും പറഞ്ഞിരുന്നത് കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണപ്പോൾ ഒടിഞ്ഞതാണ് എന്നതാണ്. പക്ഷേ അതും ഇപ്പോൾ അഷ്കറിൻ്റെ ഈ അക്രമത്തിൽ പറ്റിയതാണ് എന്ന പ്രാഥമിക വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. ഡോക്ടർ 1.5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞ് എന്തെല്ലോ അനുഭവിച്ചു, അല്ലേ? ജനനേന്ദ്രിയത്തിൽ വളരെ ആഴത്തിലുള്ള മുറിവ്, കൈകൾ ഒടിഞ്ഞു, തലയ്ക്ക് പലതവണ മർദ്ദനമേറ്റു, ശരീരത്തിൽ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവമുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനെ, എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുക? ഈ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒരു റീല് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ആ റീല് കൂടി ഒന്ന് കാണും. സിമ്പിൾ ആണ് ഈ സംഭവം. നമ്മളെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ 1 അല്ല 2 ഗിഫ്റ്റ് കിട്ടും. നീ സൈക്കിളിൽ നിന്ന് വീണ ബ്രോ? മാമനാ? ഏത് മാമൻ? എങ്ങനെയൊന്നുമില്ല. സംഭവം എത്ര ഉള്ളു. നമ്മളെ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ സംഭവം ഇതാണ്. കൊല്ലപ്പെട്ട കുഞ്ഞാണ് ആ റീലിൽ കാണുന്നത്. ആ കുഞ്ഞിന്റെ 2 കൈകൾ മുടിഞ്ഞിരിക്കുന്നത് കാണാം. ഇത് ഒരു വ്ളോഗർ പങ്കുവെച്ച വീഡിയോ ആണ്. ആ റീലിൽ കാണുന്ന കുഞ്ഞ് ആണ് കൊല്ലപ്പെട്ടത്. 1.5 വയസ്സ് മാത്രമാണ് അവന്റെ പ്രായം. ക്രൂരമായ രീതിയിലാണ് ആ കുഞ്ഞിനെ തല്ലി ചതച്ചിരിക്കുന്നത്. ഇത് കൊല്ലപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെടുത്ത റീലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തലയ്ക്ക് ഒരൊറ്റ അടി കൊടുത്തു. അതാണ് പെട്ടെന്നുള്ള മരണ കാരണം. പിന്നീട് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനസ്സിലാകുന്നത്. 2 കൈകളും തല്ലിയൊടിക്കുക, തലയിൽ രക്തം കെട്ടുന്ന അവസ്ഥയിൽ ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കി, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്.